ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ആദ്യം ഫുഡ് മുഖ്യം, ദെൻ നമ്മൾ ഷോപ്പിങ്ങിന് പോകും. അതെ. അപ്പൊ അബിൻഷ ഇടുക്കിന്നാണ്. അപ്പൊ അബിൻഷ ഇവിടുത്തെ തിരുവനന്തപുരം സദ്യ കറക്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു കഴിച്ചിട്ടുണ്ട്, കല്യാണത്തിന് പോയ സമയം കിട്ടാറില്ല. അപ്പൊ ഞാൻ ഓർത്തു അവളെ നമുക്ക് ആദ്യം സദ്യ കഴിപ്പിക്കാം. സമാധാനത്തോടെ സദ്യ കഴിക്കണം, അതാണ് എന്റെ മെയിൻ പ്ലാൻ. അതെ. അപ്പൊ നമ്മൾ എത്തി. അബിൻഷ കണ്ടിട്ടാണ്. 365 days സദ്യ. നമുക്ക് അഭിപ്രായം ചോദിക്കാൻ കഴിച്ചില്ല അബിൻഷയോട്. അബിൻഷ കറക്റ്റ് ട്രിവാൻഡ്രം സദ്യ ആസ്വദിച്ച് കഴിച്ചിട്ടില്ല അല്ലേ? അതെ, ആസ്വദിക്കും. പകുതിയുണ്ട് ഇങ്ങനെ. നല്ല സദ്യ. എങ്ങനെയുണ്ട്? നല്ല മാമനല്ലേ? പരിപ്പും നെയ്യും കൂടെ ഉള്ള ചോറായിട്ടോ കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, തിരുവനന്തപുരത്ത് ഇങ്ങനെയാ കഴിക്കുന്നത്. നമ്മളാരും ശ്രദ്ധിക്കണ്ടല്ലോ. ഞാനെടുത്ത് വേണ്ട. നമ്മൾ ആദ്യത്തെ ചോറ് കഴിഞ്ഞു. ഇനി പായസം. ഈ പായസം പഴം കൂട്ടി കഴിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നെ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോകും. കുറച്ച് പപ്പടം എടുത്ത് നന്നായിട്ട് ഞെരടിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ട് ഉരുവ. അടുത്ത വന്നത് കടല. ഇത് രണ്ടാമത്തെ പപ്പടം അല്ല, രണ്ടാമത്തെ പായസമാട്ടോ. എന്ത് പായസം? ഇത് കടലയല്ലേ? പായസം. ഇത് പപ്പടം മാത്രം കൂട്ടി കഴിച്ചാൽ മതിയേ. ഞാൻ എൻ്റെ ഇതായിട്ട് പറയുന്നത്, നിങ്ങളിങ്ങനെ കഴിക്കണമെന്നല്ല. ഇത് കൊള്ളാം. ഇത് മൂന്നാമത്തെ പായസം. ഇതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. ഈ പായസത്തിന്റെ പേര് നമുക്ക് അറിയത്തില്ല, എന്തായാലും ടേസ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അത് ബോളിയോട് കഴിക്കണം. ഇത് തിരുവനന്തപുരത്തിന്റെ ബോളിയും പായസം. ഞാൻ വന്നപ്പോൾ തൊട്ട് ആഗ്രഹിച്ചത് കഴിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ സമാധാനത്തോടെ ഇന്ന് കഴിച്ചിട്ടില്ല. ജെനുവിൻ റിവ്യൂ ആണ് ഗൈസ്. അതെ, ഞാനൊരു ഇടുക്കിയിൽ വരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സദ്യ കഴിക്കണമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചു. ഉമ്മയും ഇന്നെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് അഭിഷ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. എനിക്ക് ചോറും മോരും രസമൊക്കെ. അത് കഴിക്കാം, എല്ലാം കഴിക്കാം. ഞാൻ ചോറിട്ടു. ഞാൻ ചോറ് വാങ്ങിച്ചില്ല. ഇത് കഴിക്കാം. എനിക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, ചോറ് വരട്ടെ. തുറന്ന് ചെയ്താവേ. ഇനി മോരാര് കൊണ്ട്? പുളിശ്ശേരിയാണോ? അതാണോ ഇത്? അറിയത്തില്ല. ഓരോന്നും ആരും കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല പുളിശ്ശേരിയും ചോറുമായിരുന്നു. അത് കുടിക്കും. അല്ല, അങ്ങനെ വേണം, എങ്ങനെ വേണം കുടിച്ചോ, നിന്റെ ഇഷ്ടം പോലെ കുടിച്ചോ. ആരും ഒന്നും പറയുന്നില്ല. ഇങ്ങനെ കുടിക്കാൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ വെച്ച് കുടിച്ചോ. കേട്ടോ. നല്ല തണുപ്പ്.
അടക്കി ഗായ്സ്. അപ്പൊ നമ്മള് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിൻഷ? നല്ല സദ്യയായിരുന്നു, നല്ലതല്ലേ? അവിടുത്തെ കസ്റ്റമർ സർവീസ് നല്ലതാട്ടോ. ഒരു കാര്യം എന്താ വേണ്ടതെന്ന് ചോദിച്ചോണ്ടേ നമുക്ക് വേണ്ട സമയത്ത് അത് കൊടുത്തെടുക്കും. വെയിറ്റ് ചെയ്ത് നമ്മൾ കഴിച്ച് തീർന്ന വരെ അടുത്ത സാധനം. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചായി കഴിക്കാൻ തുടങ്ങിയിട്ട്. നല്ലായിരുന്നു. ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്ന എവിടെയാണ്? നമ്മള് മെറ്റീരിയൽ എടുക്കാൻ പോവുകയാണ്, ഷോപ്പിങ്ങിന് പോവുകയാണ്. നല്ല വെയിലുണ്ട്, കോട എടുക്കാം. ഷോപ്പിംഗ് നമ്മള് സൂറത്തിലായിരിക്കും അല്ലേ? അതെ, നമ്മൾ അഫോർഡബിൾ ആയിട്ട് നമ്മൾ തപ്പുന്നുണ്ട് കുറെ കടകൾ. അപ്പൊ എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ബൈ. ഇനി അടുത്ത അവിടെ വെച്ച് കാണാം. നമ്മളിനി സ്റ്റുഡിയോയിലോട്ടാണ് പോണത്. നല്ല വെയില്. ഇനിയും ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ചും കൂടെ നടക്കണം. അതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. നമ്മുടെ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. സ്റ്റുഡിയോയിൽ ഇപ്പം ഇത് സെയിലൊക്കെ നടക്കുന്നു. നോക്കണം എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടോ. പോണ വഴിക്കൊന്ന് അവിടെ കൂടെ കയറിയിട്ട് പോകാൻ വിചാരിച്ചു. മൊത്തം എല്ലായിടത്തും കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അതിൻ്റെ സദ്യ കഴിച്ച് തളർന്നിരിക്കുക. കുറേ കഴിച്ചു. അവിടെ അല്ലെങ്കിൽ കഴിക്കുന്ന ചോറിനെയും കാട്ടി ഇരട്ടിയുടെ കഴിച്ചു. നല്ലതാ. നമ്മൾ എത്താറായി. നമ്മൾ പറയാൻ മറന്നു, ഇതിന്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതെ, ഫസ്റ്റ് വ്ളോഗാണ്. സപ്പോർട്ട് ചെയ്യണം. എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ പോവാം. അപ്പൊ ഗൈസ്, സ്റ്റുഡിയോ എന്നത്തെ പോലെ ഭയങ്കര തിരക്കായിരുന്നു. ആസ് യൂഷ്വൽ. വെറുതെ എടുത്തിട്ടേക്കുന്നു. ഇപ്പൊ ചവറ് സാധനങ്ങളെ ഉള്ളൂ സ്റ്റുഡിയോ. പ്രൊഫഷണലായിട്ടും തോന്നിയില്ല. ഇനി എനിക്ക് അതിന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഞങ്ങളൊന്നും അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ഞങ്ങളിനി നേരെ മേടിച്ചില്ല. ഇനി ചാലക്കകത്തോട്ട് കയറുന്നു. ഏറ്റവും നല്ല വില കുറഞ്ഞ മെറ്റീരിയൽ നല്ല രീതിക്ക്. തിരുവനന്തപുരത്ത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ രാമചന്ദ്രൻ. അവിടെ കയറണം. അവിടെ ചിലപ്പോഴേ കയറും. അവിടെ നല്ല തിരക്കായിരിക്കും. നമ്മളിപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ചാലയിൽ പോയി നല്ല മെറ്റീരിയൽ ഷോപ്പ് കണ്ടുപിടിക്കണം. പിന്നെ നിനക്ക് ജ്വല്ലറി വാങ്ങണ്ടേ? ജ്വല്ലറി നോക്കണം. അഫോർഡബിൾ ആയിട്ട് കിട്ടുമെന്നൊക്കെ തപ്പണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് തന്നെ. ഞാനടിച്ചു എൻ്റെ മുഖം. വെയിലാ ഗൈസ്. മതി. ഉന്നാറയ്ക്ക് പൈസ തന്നാൽ മതി. മൊത്തം തരാം. ഉന്നാറയ്ക്ക് തന്നാൽ മതി. ഓക്കെ. ഹലോ ഗൈസ്. അപ്പോൾ വഴിയിൽ നിന്ന് കിട്ടി. ഇതെന്റെ ഫ്രണ്ട് ബിസ്മി. നമ്മൾ എടുത്തു. നല്ല വില കുറച്ച് തന്നെ നമുക്ക് കിട്ടി. കുഴപ്പമില്ല. നമുക്ക് ലിഫ്റ്റ് കിട്ടി. നമുക്ക് ലിഫ്റ്റ് കിട്ടി. ഉമ്മയുടെ ഫ്രണ്ട് നമ്മളെ ഏത് കടയിലോട്ട് കൊണ്ടുപോവാ. ഏത് കടയാണോ? ഇനി അടുത്ത അഭിഷേക്ക് ജ്വല്ലറി വാങ്ങണം. നമ്മൾ ഷോള് വാങ്ങാൻ റൂബി നഗർ. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. നടക്കാൻ പോലും വഴിയില്ല. നല്ല തിരക്കാ ഗൈസ്. നമ്മളെ വണ്ടി തട്ടുവോ ഇല്ലയോ വേണം. നല്ല ബ്ലോക്കാണ്. അയ്യോ അഭിഷ ഇവിടെ അല്ല. ഇതാ റൂബി നഗർ. നമ്മൾ അൽഹാദി. ഞാൻ എപ്പോഴും സ്ഥിരം ഷോള് വാങ്ങുന്നതാണ്. അപ്പം നമുക്ക് ഈ ബ്ലൗസിനനുസരിച്ച് ഷോള് ഷോള് വാങ്ങുന്ന രസമുണ്ടല്ലോ എന്ന്. ഇതാണോ മൈമയുടെ സീക്രട്ട്? അപ്പൊ ഗൈസ് നമ്മൾ നോക്കി. നമ്മള് നല്ലൊരു ജ്വല്ലറി ഷോപ്പ് തപ്പി പോവാണ്.
നടന്ന് മടുത്തോണ്ട് ഒരു ലൈൻ കുടിക്കാൻ കയറിയതാണ്. വെള്ളം കിട്ടിയ അഭിൻഷ ഉമ്മയും എന്നെ പറ്റിച്ച് കാണിച്ച് ഈ തൊങ്ങൽ താങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അതെന്താണ് കൈസ് തൊങ്ങൽ? നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമന്റ്. കട്ടന്റ് ഇവിടെ തൊങ്ങൽ തന്നെയല്ലേ പറയുന്നത്, ഞങ്ങൾ തൊങ്ങലെന്നാ പറയുന്നത്. ഇടുക്കിയിൽ തൊങ്ങൽ, തിരുവനന്തപുരത്ത് എന്താന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞ കാര്യം ടേക്ക് ചേച്ചി ഏതാണ് എടുക്കണ്ടേ? ഇത് കാണിക്കാമോ? വലിയ CBSE സ്കൂളിലാണ് പഠിച്ചോ? ചുമ്മാ കോട്ടൺ ഇമേജ് പഠിച്ചിട്ട് അങ്ങോട്ട് ഈ സ്കൂളിൽ ഓർമ്മയില്ലാത്ത കാലത്ത് എങ്ങാണ്ട് CBSE പഠിച്ചിട്ട് ഉണ്ട്. ഇത് സൈറ്റേഴ്സ് കിട്ടും. 25 രൂപ എന്റെ കയ്യിൽ എങ്ങനെ ജീവിക്കും? എങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും? അങ്ങനെ നമ്മള് അടുത്ത അഭിനച്ചയുടെ തൊങ്ങൽ വാങ്ങാൻ വേണ്ടി തൊങ്ങൽ. അങ്ങനെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അഭിനച്ചയുടെ തൊങ്ങൽ വാങ്ങാൻ ഒരു കണ്ടുപിടിച്ചു. ഭാരത് ഫാൻസി തപ്പി നടക്കുവാണ്. 3G ആയി ഗൈസ്. ആ കട ഇവിടെ ഇല്ല. കിട്ടിയോ? കിട്ടി. അപ്പൊ ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. പക്ഷെ നമുക്ക് എന്താ ഒന്നും ഞാൻ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ വാങ്ങിച്ച് എനിക്ക് കിട്ടിയില്ല. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം. അപ്പൊ ഇന്ന് കുഴപ്പമില്ല, ഫുഡ് കഴിച്ചതൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.